ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിസൈനർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസ് ജോസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു റെസ്റ്റോറൻറ്റ് അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെയാണ് ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് തന്നെ ഫയലിൽ പോയി ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഡോക്യുമെൻറ്റ് നെയിം ടൈപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നമുക്കിവിടെ സൈസ് സെറ്റ് ചെയ്യാം. ഇത് വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കസ്റ്റം സൈസിലാണ് ഡിസൈൻ ചെയ്തത്. അതുകൊണ്ട് വിഡ്ത്ത് ഞാനൊരു 1000 പിക്സൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ പിക്സലാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഹൈറ്റും ഒരു 1000 പിക്സലാണ് കൊടുക്കുന്നത്. അടുത്തായിട്ടുള്ള റെസൊല്യൂഷൻ നമുക്ക് 300 തന്നെ കീപ്പ് ചെയ്യാം. അതുപോലെ തന്നെ കളർ മോഡ് RGB തന്നെ കീപ്പ് ചെയ്യാം. ഞാനിത് പ്രിൻറ്റിംഗ് പർപ്പസിനല്ല ഡിസൈൻ ചെയ്യുന്നത്. ഇവിടെ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ പുതിയൊരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആദ്യമായിട്ട് തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലെയറിൻ്റെ ഫിൽ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടുന്ന് കളർ പിക്ക് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കളർ കോഡ്സ് അറിയാമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തും കളർ പിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ പ്രസ് ചെയ്യാം. നമുക്ക് ആൾട്ട് ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് കളർ ഫില്ല് ചെയ്യാം. അടുത്തായിട്ട് ഇവിടെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് റൗണ്ടഡ് റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഈ ഷേപ്പിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. അതിനായിട്ട് എഡിറ്റിൽ പോയി ഫ്രീ ട്രാൻസ്ഫോം ഓപ്ഷൻ എനേബിൾ ചെയ്യാം. ഈ ഷേപ്പിനെ റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റായിട്ടൊന്ന് അലൈൻ ചെയ്ത് വെക്കാം. അടുത്തായിട്ട് നമുക്ക് ഇവിടേക്ക് ഒരു ഇമേജിനെ പ്ലേസ് ചെയ്യാം. അതിനായിട്ട് ഫയലിൽ പോയി പ്ലേസ് ഓപ്ഷൻ യൂസ് ചെയ്ത് പ്ലേസ് ചെയ്യാം. ഇമേജ് പ്ലേസ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഇമേജിനെ മുൻപ് ക്രിയേറ്റ് ചെയ്ത ഷേപ്പിൽ മാസ്ക് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഈ ഇമേജിനെ കറക്റ്റായിട്ട് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇമേജിൻ്റെ ലെയറിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇമേജ് ഷേപ്പിൽ മാസ്ക് ആയിട്ടുണ്ട്. ഈ ഇമേജിൻ്റെ സൈസ് അല്പം കൂടി ഇൻക്രീസ് ചെയ്ത് കറക്റ്റായിട്ട് ഒന്നും കൂടി അലൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ ഷേപ്പിന് ഒരു ബോർഡർ കളർ കൊടുക്കണം. അതിനായിട്ട് നമുക്ക് റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്ത് ബോർഡർ കളർ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഷേപ്പിന് ഒരു ഷാഡോ കൂടി കൊടുക്കണം. അതിനായിട്ട് ലെയർ സെലക്ട് ചെയ്ത് എഫക്ട്സിൽ വന്ന് ഡ്രോപ്പ് ഷാഡോ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഷാഡോയുടെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അല്പം ഓപ്പാസിറ്റി കുറയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഷേപ്പിന് ഡ്രോപ്പ് ഷാഡോ വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ ലോഗോ ഇവിടേക്ക് പ്ലേസ് ചെയ്യാം. ലോഗോ സെലക്ട് ചെയ്ത് പ്ലേസ് കൊടുക്കാം. നമുക്ക് ഈ ലോഗോനെ കറക്റ്റായിട്ടൊന്ന് മൂവ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കാം. അടുത്തായിട്ട് നമുക്ക് ഇവിടേക്ക് അഡ്വർടൈസ്മെൻറ്റ് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് സാമ്പിൾ ടെക്സ്റ്റ് നോട്ട് പാഡിൽ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനിവിടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്ത് ടൈപ്പ് ചെയ്യാം. നമുക്ക് ഈ ഫോണ്ടിനെ സെലക്ട് ചെയ്ത് കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒപ്പം നമുക്ക് ഫോണ്ട് സൈസ് കൂടി ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ലൈൻസ് തമ്മിലുള്ള ഗ്യാപ്പ് കുറവാണ്. നമുക്ക് ഇതിന്റെ ഗ്യാപ്പ് ഒന്ന് കറക്റ്റ് ആക്കാം. അതിനായിട്ട് ക്യാരക്ടർ പ്രോപ്പർട്ടീസിൽ പോയി അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടുന്ന് ഓട്ടോ സെലക്ട് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസും കോപ്പി ചെയ്ത് വെക്കാം. നമുക്ക് ഈ ടെക്സ്റ്റിന്റെ ഫോണ്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ആക്കി വെക്കാം. ഇതിന്റെ ലൈൻസിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് അല്പം ഒന്ന് കുറയ്ക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇവിടെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് കസ്റ്റം ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്ത് ഷേപ്പ് ലൈബ്രറിയിൽ പോയി ഒരു ഷേപ്പ് സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്കൊരു ഷേപ്പിനെ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എനിക്ക് ഈ ഷേപ്പിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യണം. അതിനായിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഈ ഷേപ്പിനെ ഞാനൊന്ന് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഷേപ്പിന്റെ ഫിൽ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം.
അതുപോലെ തന്നെ നമുക്ക് ഈ ഷേപ്പിന് ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ മുൻപ് ഇവിടെ ഷാഡോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഷാഡോയിനെ കോപ്പി ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഈ ഷേപ്പിന്റെ ലെയറിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടുന്ന് കോപ്പി ലെയർ സ്റ്റൈൽ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഷേപ്പിന്റെ ലെയറിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടുന്ന് പേസ്റ്റ് ലെയർ സ്റ്റൈൽ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഡ്രോപ്പ് ഷാഡോ വന്നിട്ടുണ്ട്. ഞാൻ ഈ ഷാഡോയിനെ ഒന്നുകൂടി എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ പ്രസ് ചെയ്യാം. ഇവിടേക്ക് വേണ്ട ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാം. ഈ ടെക്സ്റ്റിന്റെ ഫോണ്ട് സ്റ്റൈലും അതുപോലെ തന്നെ ഫോണ്ട് സൈസ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ലൈൻ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഞാൻ സെൻട്രൽ ലൈൻ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഡീറ്റെയിൽസിനെ ഷേപ്പിലേക്ക് മൂവ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റിന്റെ കളർ കൂടി ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഷേപ്പിനെ ഒന്ന് മൂവ് ചെയ്ത് വെക്കാം. അടുത്തായിട്ട് ഞാനിവിടെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫോണ്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ടെക്സ്റ്റിനെ ഷേപ്പിലേക്ക് ഒന്ന് മൂവ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റിന്റെ കളർ കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് ഞാൻ ഓൾ ക്യാപ്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്സ്റ്റിനെ ബോൾഡ് ആക്കുന്നുണ്ട്. നമുക്ക് ഈ ഷേപ്പിന്റെ സൈസ് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഈ ഷേപ്പിന്റെ ലെയറും ടെക്സ്റ്റിന്റെ ലെയറും ഒരുമിച്ച് സെലക്ട് ചെയ്ത് നമുക്ക് ഇതിനൊന്ന് മൂവ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഷേപ്പിന് ഡ്രോപ്പ് ഷാഡോ കൊടുക്കാം. ഈ ഷേപ്പിന്റെ ലെയർ സ്റ്റൈൽ ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസും ടൈപ്പ് ചെയ്ത് വെക്കാം. അടുത്തായിട്ട് നമുക്ക് ഇവിടെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് റൗണ്ടഡ് റെക്ടാങ്കിൾ ടൂൾ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. ഈ ഷേപ്പിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കളർ പിക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഈ ടെക്സ്റ്റിന്റെ ലെയർ ഒന്ന് മുകളിലേക്ക് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാം. ഇതിന്റെ സൈസ് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് അലൈൻ സെലക്ട് ചെയ്യാം. ഇവിടുന്ന് കളർ കൂടി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ക്യാരക്ടർ പ്രോപ്പർട്ടീസിൽ പോയി നമുക്ക് ഇതിന്റെ ബോൾഡ് ഒഴിവാക്കാം. നമുക്ക് ഈ കോൺടാക്ട്സിന് ഐക്കൺസ് കൂടി കൊടുക്കാം. അതിനായിട്ട് നമുക്ക് ഐക്കൺസിനെ ഇവിടേക്ക് പ്ലേസ് ചെയ്യാം. ഈ ഐക്കണിന്റെ സൈസ് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. അടുത്ത ഐക്കൺ പ്ലേസ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കോൺടാക്ട്സിന്റെ അതുപോലെ തന്നെ ഐക്കൺസിന്റെ ലെയർ ഒരുമിച്ച് സെലക്ട് ചെയ്തതിനെ കറക്റ്റായിട്ട് മൂവ് ചെയ്ത് വെക്കാം. ഇതിനെ അല്പം താഴേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഫിൽ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ എല്ലാ കളർ തന്നെ ഞാൻ ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ബ്രഷ് ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സൈസ് അല്പം കുറയ്ക്കുന്നുണ്ട്. നമുക്ക് ഡ്രാഗ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു ലൈൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഡീറ്റെയിൽസിനെ അല്പം കൂടി താഴോട്ട് മൂവ് ചെയ്ത് വെക്കാം. അടുത്തായിട്ട് നമുക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു ഡിസൈൻ കൂടി ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പെൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്ത് നമുക്ക് ഇതിനൊന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിൽ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഷേപ്പിൻ്റെ ഓപ്പോസിറ്റ് അല്പം ഒന്ന് കുറച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ ഷേപ്പിൻ്റെ ഒരു കോപ്പി കൂടി എടുത്ത് മുകളിലേക്ക് വെക്കുന്നുണ്ട്. ഇതിനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് JPG ഫോർമാറ്റിൽ സേവ് ചെയ്യാം. അതിനായിട്ട് ഫയലിൽ പോയി സേവ് ആസ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒന്ന് ഫോർമാറ്റിൽ നമുക്ക് JPG സെലക്ട് ചെയ്യാം. സേവ് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇമേജ് ക്വാളിറ്റി മാക്സിമം കൊടുത്ത് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വർക്ക് JPG ഫോർമാറ്റിൽ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക.